പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു. ഇത് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെ പറയും: വിശ്വാസ നായകനും പൂർത്തിവർദ്ധനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ഇവിടെ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 2-ാം വാക്യം പറയും: വിശ്വാസ നായകന് പൂർത്തിവർദ്ധനമായ യേശു. കർത്താവിന്റെ ഹല്ലേലൂയ ക്രൂശീകരണത്തോടനുബന്ധിച്ചുള്ള വാക്യങ്ങളാണ് നാം വായിച്ചിരിക്കുന്നത്. ഇവിടെ പറയുകയാണ് വിശ്വാസ നായകന് പൂർത്തിവർദ്ധനമായ യേശുവിനെ നോക്കുക. ഒന്ന്, വിശ്വാസ നായകനാണ്, ദൈവം പൂർത്തി വരുത്തുന്നവനാണ്. 2 പറയുകയാണ് തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. ഇവിടെ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണവും ഒരു ഉയർപ്പിനെ കുറിച്ചാണ് ഇത് മൊത്തം ആകമാനം പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ഇത് എന്താണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനകൾ, നമ്മുടെ വിശ്വാസ ജീവിത പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, വേദനകൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യേശുവിന്റെ മുഖത്തേക്ക് നോക്കണം. നമ്മുടെ നോട്ടം എന്ത് ചെയ്യാ? പൂർത്തീകരിക്കുന്ന, നമ്മുടെ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്ന, നമുക്ക് മറുപടി നൽകുന്ന ആ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ നോട്ടത്തെ തിരിക്കുവാൻ ഇടയാകണം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ പലതിലേക്ക് നോക്കുന്നവരാണ്. എന്നാൽ ഇവിടെ എബ്രായ ലേഖന കർത്താവ്, അതായത് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഓട്ടം എന്ത് ചെയ്യുക? നിങ്ങളെ ഓട്ടം തികയ്ക്കുന്ന, നിങ്ങളുടെ വിശ്വാസത്തിന് പൂർത്തി വരുത്തുന്ന നല്ല നായകനായ കർത്താവിങ്കിലേക്ക് നിങ്ങൾ നോക്കുക എന്ന് പറയുന്നു. ഇവിടെ അത് കഴിഞ്ഞിട്ട് തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത്. എന്താണ് കർത്താവിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം? യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ കയറിയപ്പോൾ സകല ജനങ്ങളും വിചാരിച്ച് എന്ത് ചെയ്യുക? ഇതുകൊണ്ട് കർത്താവ് അവസാനിക്കുമെന്ന് വിചാരിച്ചു, ഇതുകൊണ്ട് കർത്താവ് തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷെ എന്നാൽ കർത്താവിന് ഉയർപ്പുണ്ട് എന്ന് മനസ്സിലാക്കി പറയും സന്തോഷമോർത്ത് അവനെന്ത് ചെയ്യുക? അപമാനം അലക്ഷ്യമാക്കി. ദൈവമാ യഹൂദന്മാരുടെ രാജാവെന്നൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ യഹൂദന്മാരുടെ രാജാവ് എന്നാണ് അതിന്റെ മുകളിൽ എഴുതി വെച്ചത്. അപ്പൊ രാജാവാണ്, ദൈവമാണെന്നൊക്കെ പറഞ്ഞു എന്ത് ചെയ്യാ? പക്ഷെ ഇപ്പൊ മരിക്കാൻ പോവുകയാണ് അല്ലെ? ഇപ്പൊ തന്റെ ക്രൂശീകരണ സമയമാണ്, മരിക്കാൻ പോവുകയാണ്. ഈ പറഞ്ഞ ആളാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത ഒരാളാണോ ഈ ക്രൂശന്മേൽ കയറി ഇങ്ങനൊക്കെ മറ്റുള്ള ഉപദേശം, മറ്റുള്ളവരെ വിടുവെച്ചും ഒക്കെ ചെയ്ത ആള് എന്ത് ചെയ്യുക? ഇന്ന് ക്രൂശന്മേ മരിക്കാൻ പോവാ, എന്തുവാ മരണം കൊണ്ട് അവസാനിക്കും ഹല്ലേലൂയ എന്നാണ് സകല ജനങ്ങളും വിചാരിച്ചത്. എന്നാല് കർത്താവിനറിയാം ഞാൻ എന്ത് ചെയ്യും? മരിച്ചു കഴിഞ്ഞാൽ ഉയർക്കുമെന്നറിയാം. എന്നെ മരിക്കാൻ വേണ്ടി മനുഷ്യന് വേണ്ടി മനുഷ്യന്റെ മനുഷ്യന്റെ മരണത്തിൽ നിന്ന് വിടുവിക്കുക. അതായത് ഈ ലോകത്തിന്റെ മരണമല്ല ഉദ്ദേശിക്കുന്നത്, അവിടെ നിത്യജീവന നിത്യമായ മരണത്തിൽ നിന്ന് വിടുവിക്കാനാണ് ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചെന്ന് മനസ്സിലാക്കി കർത്താവ്, എനിക്കൊരു ജയമുണ്ട്, എനിക്ക് ഉയർപ്പുണ്ടെന്ന് മനസ്സിലാക്കി കർത്താവ് എന്ത് ചെയ്തു? ഈ അപമാനം അലക്ഷ്യമാക്കി അതിനെ എന്ത് ചെയ്തു? പിന്തള്ളിക്കളഞ്ഞു. അതിനെ എന്ത് അലക്ഷ്യമാക്കി കളഞ്ഞു, അതിനൊരു ലക്ഷ്യമില്ലാതെ ആക്കി കളഞ്ഞു. അത് വിശ്വസിക്കാതെ എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യുക? ചിലതൊക്കെ നമ്മളോട് സംസാരിക്കും, അല്ലെങ്കിൽ ചില വർത്തമാനം കേൾക്കും, നാം എന്ത് ചെയ്യുക? അതിൽ ഉറച്ചു വിശ്വസിക്കാതെ നമ്മളുള്ള മുമ്പിലുള്ള ഓട്ടം, മുമ്പിലുള്ള സന്തോഷം എന്താന്ന് മനസ്സിലാക്കി കർത്താവ് അവരുടെ വാക്കുകളെ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ക്രൂശിനെ സഹിച്ചു. അല്ലെ, ക്രൂശിനെ സഹിച്ചത് കൊണ്ടാണ് ദൈവസിംഹാസന വലത്ത് ഭാഗത്ത് പിതാവായ ദൈവം പുത്രനെ ഇരുത്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പുത്രൻ തമ്പുരാൻ ഇരിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? കർത്താവ് എന്ത് ചെയ്യുക? തന്റെ മുമ്പിൽ, അതായത് കർത്താവിന്റെ ക്രൂശീകരണ, അതായത് കർത്താവിന്റെ ശുശ്രൂഷ തൊട്ട് ക്രൂശീകരണ സമയം വരെ നാം നോക്കുകയാണെങ്കിൽ അനേക നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും ഒക്കെ കടന്നുപോയതാ. എന്നാല് കർത്താവ് എന്ത് ചെയ്തില്ല? അതൊന്നും ഉപേക്ഷിച്ചിട്ട് ഇവരുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ പറ, ഞാൻ എന്ത് ചെയ്യാ എന്നാൽ ഇതെല്ലാം ഉപേക്ഷിക്കുക എന്നല്ല പറഞ്ഞത്. കർത്താവിനറിയാം എന്ത് ചെയ്യാ? എനിക്കൊരു ഉയർപ്പുണ്ടെന്ന് അറിയാം, ഞാൻ ഇതിന് പുറത്തു വരുമെന്ന് അറിയാം, ഞാൻ ക്രൂശിൽ കിടക്കുവാനുള്ളവനാണെന്ന് അറിയില്ല. ദൈവം എന്നെ എന്ത് ചെയ്യുക? ഞാൻ നല്ല സത്യമാണെന്നും ഹല്ലേലൂയ എനിക്ക് ജയമുണ്ടെന്നും നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്നും എന്നെ തിരിച്ചറിയുമെന്നും മനസ്സിലാക്കിയ കർത്താവ് എന്ത് ചെയ്തു? എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർത്ത് ഇന്ന് എന്നെ തള്ളി പറഞ്ഞവരൊക്കെ നാളെ എന്റെ നാമം ഏറ്റു പറയുമെന്ന് കർത്താവിന് മനസ്സിലാക്കിയത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു?
അവര് പറഞ്ഞതോ അവരുടെ പ്രവർത്തികളോ ഒന്നും എന്ത് ചെയ്തില്ല. മനസ്സിൽ വെച്ചോണ്ട് തന്റെ ലക്ഷ്യത്തിന് പിന്മാറാതെ കർത്താവിന്റെ ക്രൂശിനെ സഹിക്കുക ചെയ്ത ആ സഹനം എന്ത് ചെയ്തു? വലിയ ജയമായി മാറി. ആ സഹനം എന്ത് ചെയ്തു? സകല മാനവർഗത്തിന്റെ ജയത്തിന് കാരണമായി തീർന്നു. സകല മാനവർഗവും എന്ത് ചെയ്തു? രക്ഷയ്ക്ക് കാരണമായി തീർന്നു. ഹല്ലേലൂയ. ദൈവ സിംഹാസനം വലത്തുഭാഗത്ത് കർത്താവിനെ ഇരുത്തി. ഹല്ലേലൂയ. നോക്കുക, ഈ ഒരു തിരുവചനത്തിൽ നാം ഹല്ലേലൂയ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പരിശോധനകളും ഒക്കെ കടന്നു വരുമ്പോൾ പ്രിയരെ നാം നോക്കേണ്ടത് വിശ്വാസത്തിന്റെ നായകനായ നമ്മുടെ വിശ്വാസത്തെ പൂർത്തി വരുത്തുന്ന കർത്താവിനെയാണ്. ഒരു പക്ഷേ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് അപമാനങ്ങളും ഹല്ലേലൂയ അതിന്റെ നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ കടന്നു വന്നേക്കാം. എന്നാൽ ഹല്ലേലൂയ ഇതെല്ലാം നല്ലതെന്ന്, ഇതൊക്കെ സന്തോഷമാണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ച കർത്താവ് സത്യമാണെന്ന്, നിങ്ങൾ സത്യമാണെന്ന് ഹല്ലേലൂയ, നിങ്ങൾ ഹല്ലേലൂയ ഉയർത്തിയ നാമമാണ് സത്യമെന്ന് തിരിച്ചറിയുന്ന ഒരു സമയം. ആ സമയമാണ് എന്ത് ചെയ്യുക? നമ്മുടെ സന്തോഷം, നമ്മുടെ ജയത്തിന്റെ കാരണമായി തീരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സന്തോഷം, ഇന്നത്തെ വേദനകളോ അപമാനങ്ങളോ ഒക്കെ, നമ്മൾ നിന്ദകളോ ഒക്കെ സഹിക്കും. എന്നാൽ അതൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ ഹല്ലേലൂയ വലിയൊരു മഹത്വം, വലിയൊരു ദൈവപ്രവർത്തിക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ജീവിതത്തിന് ഉയർച്ചയ്ക്ക് അതെല്ലാം എന്ത് ചെയ്യുക? കാരണമായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഏതെങ്കിലും കഷ്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ദൈവനാമ നിമിത്തമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് മറ്റുള്ളവരുടെ പരിഹാസനൊക്കെയും നിന്നയ്ക്കൊക്കെ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ കർത്താവിന്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത് കർത്താവ് എന്ത് ചെയ്യുക? ക്രൂശ് സഹിച്ചു, നാണക്കേട് സഹിച്ചു. പക്ഷെ അതെല്ലാം എന്ത് ചെയ്യുക? സഹിക്കുവാൻ തയ്യാറായിരുന്നെങ്കിൽ ക്രൂശ് മാത്രമല്ല ഒരു ജയത്തിന്റെ കൊടി എന്ത് ചെയ്യുക? ഉണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യുക? ഹല്ലേലൂയ ഉറപ്പിച്ചു വെക്കുക. ദൈവത്തിൽ നമ്മുടെ കണ്ണുകളെ ഹല്ലേലൂയ നേരെയാക്കുക. അതായത് ദൈവത്തിങ്കിലേക്കുള്ള നമ്മള് കണ്ണുകളെ ഉറപ്പിച്ച് ദൈവമുഖത്തേക്ക് നാം നോക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ വിശ്വാസത്തിന്റെ പരിശോധനകളൊക്കെ നമ്മുടെ കടന്നു വരുമ്പോൾ അപമാനങ്ങൾ ത്യാഗങ്ങളൊക്കെ കടന്നു വരുമ്പോൾ എന്നാൽ എന്ത് ചെയ്യുക? അതിനൊക്കെയും പൂർത്തി വരുന്നത് കർത്താവുണ്ട്. യേശു ആ പരിഹാസങ്ങൾ സഹിച്ചെങ്കിലും ധൈര്യത്തോടെ ദൃഢനിശ്ചയത്തോടെ എന്ത് ചെയ്തു? അതിൽ മുന്നോട്ട് പോകുവാനിടയായി. നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികൾക്കിടയിൽ ഹല്ലേലൂയ വിശ്വാസത്തിന്റെയും പരിശോധന കടന്നു വരുമ്പോൾ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മുടെ ജീവിതത്തിൽ പരിഹരിക്കുന്ന നമ്മുടെ സകല വിഷയങ്ങളെയും പരിഹരിക്കുന്ന കർത്താവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങളുടെ ചിന്തകളായാലും എന്ത് തന്നെയാണെങ്കിലും അത് യേശുവിന്റെ സന്നിധിയിൽ നിങ്ങൾ കൊടുക്കുവാൻ തയ്യാറായാൽ നമ്മുടെ കർത്താവ് വിശ്വാസത്തിന് പൂർത്തി പറ്റുന്ന ദൈവമാണ്. മറ്റൊരാൾക്കും എന്ത് ചെയ്യാം? നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം വലുതാണോ അത്രത്തോളം അതിന്റെ പ്രവർത്തി ദൈവം ചെയ്യുന്ന ദൈവമാണ്. ഏത് അവസ്ഥകളാണ്, കണ്ണുനീരിന്റെ അവസ്ഥകളാണ്, നിന്നുള്ള അവസ്ഥകളാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും എന്താണെങ്കിലും ഹല്ലേലൂയ നിങ്ങൾ അപമാനത്തിലൂടെ നിന്നുകൂടെ കടന്നു പോകുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇതെല്ലാം സാധിച്ചാണ്. അതുകൊണ്ട് കർത്താവിന്റെ ജീവിതത്തിൽ നടന്നൊന്നും തോൽവിയല്ല. നിങ്ങൾ തോൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ കർത്താവ് ജയാളി ആയതുകൊണ്ട് തന്നിൽ വിശ്വസിക്കുന്ന തന്റെ മക്കൾ ഇന്ത്യ ജയാളികളായിത്തീരും. അതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന് തിരുവചനം നിങ്ങളെ ആശ്വസിപ്പിക്കുകയും നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ.